ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മങ്കുട്ടത്തിൽ MLA നിയമസഭയിലേക്ക് എത്തി. സ്വന്തം വാഹനം ഒഴിവാക്കി സുഹൃത്തിന്റെ കാറിലാണ് സഭയിലേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. അന്തിമോപചാരം അർപ്പിച്ച് സഭ പിരിഞ്ഞുവെങ്കിലും നാളെ മുതൽ സർക്കാർ ഭരണപക്ഷം രാഹുലിനെതിരെ ഏത് രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കണ്ടറിയണം. പ്രശാന്ത് കൃഷ്ണ നിയമസഭയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അവസാനം രാഹുൽ എത്തി. കോൺഗ്രസ് നേതാക്കളെങ്കിലും അറിഞ്ഞിരുന്നോ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവെങ്കിലും അറിഞ്ഞിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനത്തെ സീറ്റിൽ ഉണ്ടാകുമെന്ന്? ആദ്യം പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവിനോട് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് രാഹുൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് തന്നെയാണ്. കാരണം അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറ്റി നിർത്തി പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകി. ഇതിനെല്ലാം ശേഷം പാർട്ടി തനിക്കൊപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണ തനിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തി എന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ വെല്ലുവിളിച്ച് തന്നെയാണ്. കാരണം 9:20 സഭാ സമ്മേളനമൊക്കെ തുടങ്ങി പ്രതിപക്ഷ നേതാവെല്ലാം എത്തി. സഭയ്ക്കകത്ത് ചരമോപചാരം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത്, അതായത് പ്രതിപക്ഷ നേതാവ് വരരുത് അല്ലെങ്കിൽ ഒപ്പമില്ല എന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കി എന്ന് പറഞ്ഞതാണ്. മാത്രമല്ല പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ്. പാർട്ടി പാർലമെന്റ് നിയമസഭ സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചാണ്. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം എത്തിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ്. അതായത് പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞ ആൾക്ക് ഒപ്പം എത്തുന്നത്, തള്ളിപ്പറഞ്ഞ ആളെ നിയമസഭയിൽ എത്തിക്കുമ്പോൾ കൂടെ എത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അടക്കമുള്ളവരാണ്. അപ്പോൾ പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവിൻ്റെ വാക്കിന് എന്ത് വില കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വഴിയൊരുക്കുന്നത് തന്നെയാണ് ഈ വിഷയം. ഇന്നിപ്പോൾ ഷജീർ ആണല്ലോ ഇപ്പം രാഹുലിനെ നിയമസഭയിലേക്ക് എത്തിച്ചത്. ഇന്ന് ഈ സഭാ കാലയളവിൽ പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ഉന്നയിക്കാൻ പോകുന്നത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനങ്ങളാണ്. അതിൽ ഇരയായ വ്യക്തിയാണ് നേമം ഷജീർ. ആ വിഷയം, ആ കേസ് ഉന്നയിക്കാൻ പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നേമം ഷജീറാണ് സഭയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു, പ്രതിപക്ഷം ഒരു തീരുമാനമെടുത്ത് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണ വിധേയനായതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, സ്പീക്കർക്ക് കത്ത് നൽകുന്നു, ഒപ്പം ഇരുത്താതെ പ്രത്യേക ബ്ലോക്കാക്കി ഇരുത്തണമെന്ന് പറഞ്ഞു. അതായത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടിക്ക് ബാധ്യതയില്ല, പാർട്ടി ഒപ്പമില്ല, രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് നയം വ്യക്തമാക്കിയിട്ടും രാഹുൽ നിയമസഭയിലേക്ക് വരുന്നു. രാഹുൽ ഒരു അംഗമെന്ന നിലയിൽ നിയമസഭയിൽ വരുന്നു. പക്ഷേ അപ്പോഴും രാഹുൽ കോൺഗ്രസിനുള്ളിലാണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. കോൺഗ്രസിൻ്റെ നയപരിപാടികളും കോൺഗ്രസിൻ്റെ ചട്ടക്കൂടുകളും എല്ലാം പാലിക്കാൻ ബാധ്യസ്ഥനുമാണ്. അപ്പോൾ പ്രതിപക്ഷം ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കെ രാഹുൽ ഇന്ന് സഭയിൽ വരണമെങ്കിൽ അത് തൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും പിന്തുണയില്ല എന്ന് വ്യക്തമായിട്ടും സഭയിൽ വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ കൃത്യമായി വെല്ലുവിളിച്ച് തന്നെയാണ് സഭയിൽ എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയുന്നതിലൂടെ മടങ്ങി വരാം.